السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. صدق الله العظيم. ഈ സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കണ്ടോ അറിയില്ല, അർ-റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഇനി ഈ സൂറത്തിലുള്ള മുഴുവൻ ആയത്തുകളും അതിന്റെ വിശദീകരണമാണ്. ഇതും അതന്നെ. വൽ അർള, ഭൂമിയെ, വളഅഹ, അതിനെ അള്ളാഹു സംവിധാനിച്ചു വെച്ചു, ലിൽ അനാം, അതിന്റെ മുകളിൽ താമസിക്കുന്ന മുഴുവൻ ജീവികൾക്കും വേണ്ടി വെച്ചതാണ് ഭൂമി. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഭൂമിയിൽ എല്ലാവരും ഉണ്ടാവും. മുശ്രിക്കും കാഫിറും മതനിഷേധിയും യുക്തിവാദിയും അക്രമികളും തമ്മാടികളും കൊലയാളികളും വ്യഭിചാരികളും സ്വാലിഹ്യങ്ങളും എല്ലാവരും ഭൂമിയിലുണ്ടാവും. ഇതെല്ലാവർക്കും വേണ്ടി വെച്ചതാണ്. ഇവിടെ നമ്മൾ മാത്രമേ പാർക്കാൻ പാടുള്ളൂ എന്ന ആ കുടുസായ ചിന്തയും വർഗീയതയൊന്നും ഒരിക്കലും ഖുർആൻ അടിസ്ഥാനത്തിൽ ശരിയല്ല. എല്ലാവർക്കും ഉള്ളതാണ്. എങ്ങനെയെന്ന് വെച്ചാല് ഒരു പരീക്ഷാ ഹാള് മാതിരിയാണ്. പരീക്ഷ നടക്കുകയാണല്ലോ ഇവിടെ. അപ്പൊ പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് മാഷറിന്നല്ലേ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ഇന്നലെയൊക്കെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, സംഗതി ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇല്ല. റമളാനില് പ്രചാരണമായിരുന്നു. ലൈലത്തുൽ ഖദറിൽ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഈ മാസമാണ് നമ്മളെ ഇലക്ഷൻ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വോട്ട് ചെയ്ത് നിസ്കാരത്തിന്റെ ചിഹ്നത്തിൽ സുജൂദിന്റെ വോട്ട് ചെയ്ത്, പോളിംഗ് ബൂത്തൊക്കെ തന്നെയാണ്, പള്ളി തന്നെയാണ്. പിന്നെ പ്രശ്നം എന്താ, കാര്യങ്ങള് ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും വർഗീയവാദിക്കാണ് പോണത്. അതാണ് പ്രശ്നം. അത് അള്ളി അങ്ങനെ തന്നെ പറഞ്ഞത്, വൈലുല്ലിൽ മുസല്ലീൻ, ചിഹ്ന നിസ്കാര പോയത് ഓൻക. ചിഹ്ന നിസ്കാരാണ്, പോയത് ഓൻക. ചിഹ്നം നോമ്പാണ്, പോണത് വർഗീയവാദിയാവുന്ന ഇബ്ലീസിനാണ്. റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. നമ്മുടെ ശരീരം തന്നെ ഒരു രാജ്യമാണ്. ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്, ഒന്ന് ഇബ്ലീസ്, മറ്റൊന്ന് മലക്ക്. അലാ ലിക്കുല്ലി ബനി ആദമ ഫീ ഖൽബിഹി ബൈതാൻ വഫീ അഹദിഹിമാ മലക്കുൻ വഫിൽ ആഖിർ ശൈത്വാൻ. നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഇബ്ലീസിനല്ല മലക്കിനാണ്, ശൈത്താനല്ല മലക്കിനാണ്. കാരണം ശൈത്താൻ വർഗീയവാദിയാണ്. ഓനെങ്ങാനും ശരീരം ഭരിക്കാൻ തുടങ്ങിയാൽ ഈ ശരീരമാകുന്ന നാട് കുട്ടിച്ചോറാവും. അവയവങ്ങളാകുന്ന പോലീസുകാരൊക്കെ അഴിമതിക്കാരാവും. ഇതൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾ വേഗം ഇലക്ഷൻ കഴിഞ്ഞത്. എന്റെ ഇലക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. പ്രശ്നം എന്താ, വർഗീയവാദിക്കാണ് ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും വോട്ട് പോണത്. അതിനാണ് രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ആകെ സ്വീപ്പാണ്. വർഗീയവാദിയാവുന്ന ശൈത്താനാകുന്ന സ്ഥാനാർത്ഥിയെ തളർത്തണം. ഓനെ ശരീരാകുന്ന രാജ്യം ഭരിക്കാൻ വിടരുത്. വിട്ടാൽ ഇത് നാറിപ്പോകും. അത് തിരിയല് ലാസ്റ്റ് ശ്വാസ സമയത്താണ്. അത് മുഴുവനാവും കബറിൽ പോയാൽ, പൂർണ്ണാവും നരകത്ത് പോയാൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭൂമി എല്ലാവർക്കും ഉള്ള അത് പരീക്ഷാ ഹാള് മാതിരിയാണ്. പരീക്ഷ ഹാളിൽ വന്നിരുന്നിട്ട് പേപ്പറിന് മുമ്പിൽ എഴുതാതിരിക്കണവര് മുഴുവൻ പഠിച്ചവരാ. പഠിച്ചവരാ. എന്ത് തോന്നിയാസം എഴുതി വെക്കുന്ന ആളുകൾക്ക് എഴുതാനുള്ള സൗകര്യം സ്വാതന്ത്ര്യം അവിടെ ഉണ്ടല്ലോ. ഒരാള് പരീക്ഷ ഹാളിൽ കയറിയിട്ട് എന്നിട്ട് ആൻസർ പേപ്പറിൽ ഓൻ പഠിച്ചൊരു പാട്ടാണ്ട് എഴുതിച്ചു. അതിന്റെ പേരിൽ ടീച്ചർ ചീത്ത അറിയാം? ഇല്ല. ഓനക്ക് അവിടെ ഉള്ള ഫാന്, അതിന്റെ കാറ്റ് ഓനക്കുണ്ട്. ഇനി AC ഉണ്ടെങ്കിൽ ആ AC-ന്റെ തണുപ്പ് ഓനക്കുള്ള തന്നെയാണ്. അല്ലാതെ എഴുതുന്ന കുട്ടികൾക്ക് മാത്രമല്ല. കാരണം പരീക്ഷകളെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ എഴുതിയത് ജയവും തോൽവിയൊക്കെ അത് പിന്നീട് വേറെ സമയത്താണ്.
ഹാള് എല്ലാവർക്കും വന്നിരിക്കുക, എഴുതാനുള്ള എല്ലാ കുട്ടികൾക്കും വന്നിരിക്കുക. ഏതെങ്കിലും ഒരു പരീക്ഷ ഹാളിൽ മാർക്ക് കൃത്യമായിട്ട് കിട്ടണ ജയിക്കുന്ന കുട്ടികൾ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർ നോ അഡ്മിഷൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ഹാളില്ല. എന്നതുപോലെ ഭൂമിയിൽ ഇവിടെ എഴുതുന്നവർക്കും തെറ്റെഴുതുന്നവർക്കും എല്ലാവർക്കും വരാം. കാരണം അത് പരീക്ഷ ഹാളാണ്. ചില ആളുകൾ നേരെ കീക്കാന്തൊക്കെ എഴുതിയേക്കും ശിർക്കും കുഫറും. ചില ആളുകള് അതിന്റെ യഥാർത്ഥ ആൻസർ എഴുതിയേക്കും ദിക്റും ഫിക്റും സുജൂദും ഒക്കെ ആയിട്ട് അങ്ങനെയും പോകും. രണ്ടു കൂട്ടർക്കുള്ളതാണ്. വല്ല അർള വദഅഹാലിൽ അനാ, അത് അല്ലാഹ് പറഞ്ഞാണ്, അത് നേരത്തെ അല്ലാഹ് പറഞ്ഞാണ്. ഉല്ലഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. ഉല്ലഹ്ബിതു മിൻഹാ ജമീഅ, എല്ലാരും പോയിക്കോലെ കൊണ്ടുവന്നാണ്. സ്വർഗത്ത് നാട്ടിയതാണ്. പോയോളൂ, അങ്ങോട്ട് ഭൂമിക്ക് പോയിക്കോളി എന്ന്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അവിടെ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാണ്ട് പോയിക്കോളി. അവിടെ എന്റെ ഹുദയെ പിൻപറ്റിയ ആളുകൾക്ക് വ്യാജാരൊന്നും വേണ്ട, അല്ലാത്തവരെ കാര്യം കട്ടപ്പോക്കേണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാവർക്കും വേണ്ടി വന്നതാണ്. വല്ല അർള വദഅഹാലില്ലന. എന്നിട്ട് അള്ളാഹ് അതിന്റെ ഉടനെ പറയാണ് ഫീഹ, ആ ഭൂമിയിലുണ്ട്, ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം, അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. ആദ്യം തന്നെ ഫ്രൂട്ട്സ് ആണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വന്നഖ്ലു, ഈത്തപ്പനകളുണ്ട്. ദാത്തുൽ അക്മാം, പോളകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ മരങ്ങളുടെ മുകളിലൊക്കെ ഈ ഓലകൾ ഉണ്ടാവും, അതാണ് ഈ പോള എന്ന് പറഞ്ഞത്. മരം മൂടണ തണലിടുന്ന സാധനങ്ങൾ. തെങ്ങൊക്കെ അതിൽ പെട്ടു. നഖല് തെങ്ങ് പെടൂല എന്ന് മാത്രം. അന്ന് അവരോടല്ല സംസാരിക്കണേ, അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് തെങ്ങ് എന്നൊക്കെ ഉള്ളതിലേക്ക് കൂട്ടി പറയാം. അങ്ങനെ പോയിക്കോളി. അവിടെ മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, തെങ്ങുണ്ട്, ഈത്തപ്പനകളുണ്ട്. അങ്ങോട്ട് പോയിക്കോളി. അവിടെ എല്ലാം റെഡിയാണ്. പിന്നെ വല്ല ഹബ്ബു ദുൽ ആസ്ഫി, വൈക്കോലുള്ള ധാന്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നെല്ല് അരി ഇതിനൊക്കെ അതിന് പോഞ്ഞ ചെറിയ തൊലി ഉണ്ടല്ലോ, അതിനാണ് ആസ്ഫ് എന്ന് പറയാം. വല്ല ഹബ്ബു, ധാന്യങ്ങളുണ്ട്. ദുൽ ആസ്ഫി, അതിനെ കവർ ചെയ്ത തൊലിയുള്ള, നേരെ പറഞ്ഞ വൈക്കോൽ എന്നല്ല അതിന് പറയാം അല്ലേ? പിന്നെ എങ്ങനെ വൈക്കോലാണ്? അതിന്റെ ചെടിയാണ് വൈക്കോല്. അതെ, ഞാൻ ഈ കൃഷിയായിട്ട് വല്ലാതെ എന്തല്ലാത്തോ എനിക്ക് കൊടുന്ന് മുണങ്ങാനേ അറിയുള്ളൂ, അതുകൊണ്ടാണ്. ഏതായാലാട്ടെ. അപ്പൊ ഒരു സംഗതി, അപ്പൊ അതിന്റെ ആ തണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഉണക്കിയിട്ട് ലെവലാക്കണാണ് വൈക്കോലല്ലേ. അതാണ് ഇവിടെ അസു പറഞ്ഞ്. സംഗതി ഒക്കെ കൂടി കൂടിയിട്ട് തന്നെയാണ് അസു. അപ്പൊ വൈക്കോല് ഇതിൽ പെട്ട്, വൈക്കോലും അതിനെ കവർ ചെയ്ത തൊലിയും ഒക്കെ കൂടി കൂടിയിട്ടുള്ള ആ സാധനം അങ്ങനെയുള്ളതുണ്ട്. മറ്റേ കമ്പോള, ഈ പോള രണ്ടും രണ്ടാണ്. അങ്ങനെയുള്ള ധാന്യങ്ങൾ അതിലുണ്ട്. കമ്പോളകളുള്ള മരങ്ങളുണ്ട്, ഈ പോളകളുള്ള മരങ്ങളുണ്ട്. റൈഹാൻ, സുഗന്ധമുള്ള ചെടികളുണ്ട്. റൈഹാൻ എന്ന് പറഞ്ഞാൽ അതാണ് സുഗന്ധമുള്ള ചെടി, അതാണ്. നീ ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങൾ. എന്തെല്ലാം ഇപ്പൊ അള്ളാഹ് പറഞ്ഞു ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു ഫ്രൂട്ട്സ് തന്നെ എത്ര ഇനാണ്, എത്ര സൈസ് ടേസ്റ്റ് ആണ് അതിനുള്ളത്. ഇപ്പൊ മാങ്ങ 2000 ചില്ലാം ഐറ്റം മാങ്ങുണ്ട്. ആപ്പിള് 7000 ചില്ല ഐറ്റം ആപ്പിൾ ഉണ്ട്. നീ അപ്പുറത്ത് വായിച്ചു. നിങ്ങൾ ഓരോരുത്തരെ കടയിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. 2 ആപ്പിൾ അങ്ങനെ ഉണ്ട്. ഇന്നലെ ഞാൻ വേല കഴിഞ്ഞ് വരുമ്പോ അവിടുന്ന് ഒരു കാരണവരിന്റെ കയ്യിൽ ആപ്പിൾ നിന്ന് വണ്ടി നിന്നാണ്. നോക്കുമ്പോ അതുവരെ തിന്നാത്ത നല്ല മധുരമുള്ള ദിവസം. എന്തെല്ലാം ഒറ്റ പഴം തന്നെ എന്തെല്ലാം ഐറ്റം. മുന്തിരി കറുത്തത്, വെളുത്തത്, പച്ച, ചോപ്പ്, എന്തെല്ലാം ആയിട്ടാണ്. കുരുള്ളത്, കുരുല്ലാത്തത്, ഉരുണ്ടത്, നീണ്ടത്. സുബ്ഹാനല്ലാഹ്. ഫവാക്കി നോക്കാൻ നിങ്ങൾ അള്ളാന്റെ ഒരു പണി. നേരെ മറിച്ച് എല്ലാ നാട്ടിലും ഒറ്റ പഴാണെങ്കിൽ മടുക്കും, ചിലർക്ക് പറ്റൂല. അപ്പൊ മുന്തിരി തന്നെ ചില ആളുകൾക്ക് പറ്റാത്ത എന്തെല്ലാം രീതിയിലുള്ളത്. നീ ഈത്തപ്പഴത്തിൽ കണ്ടു പോയാലോ, ഈത്തപ്പഴ കടയിക്കുന്ന കയറിയോക്കാണ്. ഇതെന്താ, ഇത് 100, അത് 120, ഇത് 200, അത് 350, അപ്പൊ ഇത് 670, അത് 2000 മേലാവും. ഒക്കെ ഈത്തപ്പഴം തന്നെയാണ്. ഫവാക്കി ജമ്മാക്കിയിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. ഒറ്റ ഇനം, ഒറ്റ വർഗം തന്നെ വ്യത്യസ്ത രുചികളും വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും കളറുകളുള്ള രൂപത്തിൽ അള്ളാഹു കൊണ്ട് നിറച്ചു വെച്ചിരിക്കുക. സുബ്ഹാനഹു ജല്ല. മാത്രല്ല അവസാനം പറഞ്ഞു സുഗന്ധമുള്ള ചെടികളുമുണ്ടേ. പെർഫ്യൂം,
കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പൂക്കളിൽ നിന്നാണ്, ചെടികളിൽ നിന്നാണ്. ഊതന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഊതിന്റെ മരം പോയിട്ട് മണത്താൽ ഒരു സ്മെല്ലും ഇല്ല. ഉണ്ടോ? ഊതിന്റെ മരം പോയി മണത്തോക്കുകയാണെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ കറ കിട്ടുന്നത് അറിയോ? അങ്ങാടി പോയിട്ട് ഈ മരത്തിമെന്ന് ഉണ്ടാക്കുന്ന ഊത് അത് നിങ്ങൾ പൈസ വെച്ചോടെ കോഴിക്കോട് പോയാൽ മതി, അല്ലേ കോട്ടക്കല്. ഇത്ര പോകുന്ന ഒരു കുപ്പിക്ക് 1 ലക്ഷത്തിന്റെ മേലുള്ളൂ. $1 കോടി ഉള്ള ചെറിയ കുപ്പി ഉണ്ട് എന്നാണ് ഇപ്പടുത്ത് ഞാൻ വായിച്ചത്. ഒരു ചെറിയ കുപ്പിക്ക് $1 കോടി വരുമ്പോ കൊണ്ടുവരേണ്ടി $1 കോടിന്റെ $1 കോടി. അല്ലെങ്കിൽ അത്ര കച്ചവടക്കാരുണ്ട് അവിടെ. ആ 10 റുപ്യക്ക് 3 കിട്ടുന്ന കുട്ടിക്കോറല്ല പറഞ്ഞേ. ശരിക്കും മര്യാദക്ക് അത്ര കൊടുക്കുന്നവരുണ്ടോ? ആ നല്ല നല്ല സാധനം ഉണ്ടാവും. അതൊക്കെ ഈ ചെടിന്നല്ല കൂടുതലുണ്ടായത്. കാരണം എന്താ? റൈഹാൻ അല്ല പറഞ്ഞു പോയി. അതില് ഗവേഷകന്മാരെക്കാണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള ചെടിയൊക്കാണ്ട് പരതാൻ തുടങ്ങി. കാരണം അല്ല റൈഹാന്ന് പറഞ്ഞല്ലേ, അപ്പൊ അതില് സുഗന്ധം ഉണ്ടാവുന്ന ഉറപ്പായി ഖുർആൻ പറഞ്ഞല്ലേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഊതിന്റെ അത്തറും അത് ഇത് എന്നിട്ട് കുറെ ഒക്കെ കൂടുതൽ ഇതിന്ന് ഉണ്ടാക്കണ അല്ല പറയാണ്. അപ്പൊ ഇത് അർ-റഹ്മാൻ എന്നുള്ളതിന്റെ വിശദീകരണം തന്നെയല്ലേ. എന്തെല്ലാം ഐറ്റാണ് സുബ്ഹാനല്ലാഹ്. വൈക്കോലുള്ളത്, തൊലിയുള്ളത്, ഓലുള്ളത്, ഓലില്ലാത്തത്, ഗന്ധമുള്ളത്, ഗന്ധമില്ലാത്തത്, വലിപ്പുള്ളത്, വലിപ്പമില്ലാത്തത്, മധുരമുള്ളത്, ചമർപ്പുള്ളത്, ചെറിയൊരു പുളിപ്പുള്ളത്. പുളിയോണ്ട് രുചിക്കുറവുണ്ടോ? അതിന്റെ രസം പുളി തന്നെയാണ്. ഓർക്കാപ്പുളിക്കാരിലും മധുരം തെരഞ്ഞെടുക്കലുണ്ടോ? അതിന്റെ രസം പുളിയാണ്. ഇതൊക്കെ അള്ള പറയാണ്. ഇത് ഭൂമിയിൽ വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ വെച്ചാട്ടോ, നിങ്ങൾ കച്ചറ ഉണ്ടാക്കരുത്. അതിനല്ല റഹ്മാൻ. അതുകൊണ്ട് ഇതൊരു പരീക്ഷകളാണ്. ഇവിടെ രാവിലെ സൂര്യ ഉദിച്ചാല് അത് സുജൂദ് ചെയ്യുന്ന സുബീക്ക് പള്ളിയിൽ വന്നവർക്ക് മാത്രമെന്നുള്ള വാശി പിടിക്കാൻ പറ്റൂല. ആ സൂര്യ ഉദിച്ചത് അമ്പലത്തിൽ പോണ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്, പള്ളിയിൽ വരുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ്, ചർച്ചിൽ പോണ ആളുകൾക്കും വേണ്ടിയിട്ടാണ്, അള്ളാഹിനെ നിഷേധിക്കുന്ന ജബ്ബാർ മാഷ പോലുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് സൂര്യ ഉദിക്കുന്നത്. ഇവിടെ മഴ പെയ്താല് അതിന് ജാമ്യത ടീച്ചറും വെള്ളം കുടിക്കും. അല്ലാതെ നമ്മളെ വീട്ടിൽ നബിസ്ഥാത്ത മാത്രമല്ല, ജാമ്യത ടീച്ചറും വെള്ളം കുടിക്കും. അതിന് വല്ല അള്ളാഹാലില്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇത് അള്ളാന്റെ റഹ്മാനിയത്തിന്റെ പ്രദർശനമാണ്, പ്രകടനമാണ്, അതിന്റെ വിശദീകരണമാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, അവിടെ മറ്റുള്ള പഴങ്ങളുണ്ട്, ഗന്ധമുള്ള ചെടികളുണ്ട്, ഗന്ധമില്ലാത്ത ചെടികളുണ്ട്, നെല്ലുണ്ട്, നെല്ലിനെ കവർ ചെയ്ത തൊലിണ്ട്, അതിന്റെ തണ്ട് വൈക്കോലുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഇതില് ഇപ്പൊ കർഷകന്മാരൊന്നും ഉണ്ടാവൂല. ഉണ്ടോ? കർഷകന്മാരുണ്ടോ? അത് കഴിഞ്ഞ് മുമ്പൊക്കെ പഠിച്ചവനല്ലേ പാടങ്ങളിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ സ്രാമ്പികള്. നിങ്ങൾ ഈ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണൊക്കെ പോകുമ്പോ ഏകദേശം അത്തിപ്പറ്റ എത്തുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്ക് നോക്കിയ പാടത്തൊരു ചെറിയ സ്രാമ്പി ഉണ്ട്. ഞാൻ ഇക്കൂടെ മുമ്പ് അവിടുന്ന് നമസ്കരിക്കല്. അവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് ആ പള്ളിക്ക് എത്താൻ കുറെ പാടാ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം, അവിടുന്ന് വേറെ ചത്ത കാണിച്ച് ആടണം, വീണാ തോട്ട് കണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് പിന്നെയും നടക്കണം, എന്നിട്ട് പിന്നെ കുറെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്ക കൂടി കയറി നമസ്കരിക്കും. എന്നാലും ഞാൻ അവിടുന്ന് നമസ്കരിക്കാം എന്ന് കയറിയെ കൊണ്ടിഞ്ഞു പോകുമ്പോ അതൊരു പ്രത്യേക പള്ളിയാണ്. കാരണം എന്താ? അത് പഴയ കാലത്ത് കാരണന്മാര് പാടത്ത് നെല്ല് വെക്കാനും കൊയ്യാനൊക്കെ നടാനൊക്കെ വരുന്ന സമയത്ത് ഈ ചളിപ്പാടത്തല്ലേ, അപ്പൊ കാലമൊന്നായിട്ട് ചളിയും ശരീരത്തിൽ ശരിക്കും ബനിയനൊന്നും ഇല്ലാത്ത കാലാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ചളിയായിരിക്കും. ബാങ്കാണ് കൊടുക്കുമ്പോ പള്ളിക്ക് അവർക്ക് കഥ ആണതിന് മുമ്പ് വീട്ടിലെത്താൻ കഴിയില്ല, നട്ടുച്ചന്റെ വെയിലുമായിരിക്കും. അപ്പൊ അവിടുന്ന് ആ വെള്ളത്തിൽ നിന്ന് ഒതുകൊടുത്തിട്ട് കയറി നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണ് അത്. വല്ലാത്തൊരു അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പള്ളികളുണ്ട്. ആ ചളിപ്പാടത്ത് വരെ ഉണ്ടാക്കുന്ന നെല്ല് അതിങ്ങനെ വളർന്ന് വലുതായാൽ അതിനെ കവർ ചെയ്യുന്ന ഈ തൊലിയുണ്ട്. ഈ തൊലി പടച്ചോനെങ്ങാനും തീരുമാനിക്കുകയാണ്, എല്ലാ കർഷകന്മാരും ആ നെൽക്കതിര് പുറത്ത് വരണമെങ്കിൽ തൊലി ബ്ലേഡായിട്ട് കീറി കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അല്ലാ അത് സ്വന്തം കുറച്ച് കഴിഞ്ഞാല് ആ നെല്ല് വലുതാണ് അനുസരിച്ചുകൊണ്ട് ഇതിന്റെ തൊലി കണ്ട് സ്വയം പൊളിയല്ലേ? അങ്ങനല്ലേ? അല്ല, നിങ്ങളല്ല പറയണ്ട, കിതാബിലുള്ളതല്ല, സ്വയം പൊളിയാണ്. ആ അണ്ടി സ്വയം പൊളിയാണല്ലോ. നമ്മള് മാങ്ങന്റെ അണ്ടി എടുത്തുകൊണ്ട് ഒരു 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 ഇരുമ്പിന്റെ സാധനം അല്ലെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് നമ്മളിങ്ങനെ മെനക്കെട്ട കൈ ഇടരുള്ളൂ, ആ അണ്ടി പിളരൂല. നേരെ മറിച്ച് അത്ര മൂർച്ചയില്ലാത്ത ഒരു ചെറിയ സാധനം പൊങ്ങ് അതിന്റെ ഉള്ളില്, അത് ഈ അണ്ടിനെ കാണാണ്ട് പിളർത്തുന്നത്. ഇതിനെ എവിടുന്ന മൂർച്ച കിട്ടിയത്? ഈ തൊലിന്റെ ഉള്ളിലുള്ള ചെറിയ നെൽക്കതിര്, ആ നെൽക്കതിരാണ് ഈ തൊലിയെ വിടർത്തുന്നത്.
അവിടെ എങ്ങാനും അള്ള തീരുമാനിക്കാണ് ഓരോ നെൽക്കതിരിന്റെ അവിടെയും കർഷകന്മാര് ബ്ലേഡായിട്ട് പോയിട്ട് കീറി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? എത്ര സ്ഥലത്താണ് നടക്കായി ബ്ലേഡായിട്ട് ഇങ്ങനെ കീറാൻ? 1, 2, 10, 100 സ്ഥലത്തല്ലല്ലോ. അത് ആ സമയത്ത് അത് കണ്ട് കീറിന് പുറത്ത് വരണേ നമ്മൾ ഒന്നായിട്ട് തിന്നണോ. ഒരു പിടി ചോറ് മുന്നിലെത്തിയാലേ അതിന്റെ ബാക്കിലുള്ള നിയമത്തിന്റെ ഘോഷയാത്ര ഭാവന ചെയ്താൽ പിടുത്തം കിട്ടൂല. നമുക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണി ഇപ്പൊ ഒന്ന് കിട്ടിയെന്ന് കൂട്ട, എത്ര ആയിരം ആളുകൾ അതിൽ പണിയെടുത്തിട്ടുണ്ടാവും. ഈ ധാന്യങ്ങള് അത് ഇറക്കാന്, വിതക്കാന്, കൊയ്യാന്, വളട്ടൊടുക്കാന്, വെള്ളം നനക്കാന് എത്ര ആളുകൾ അതിന്റെ ബാക്കില്. ഇനി അത് പുറത്തെടുത്തിട്ട് ഉമ്മി ഒരു വേറെ ഭാഗത്തേക്ക്, ധാന്യം വേറെ ഭാഗത്തേക്ക്, എന്നിട്ട് പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കാന്, പിന്നൊന്ന് അതിന് അടുപ്പ്, അതിന് വിറക്, ആ അടുപ്പിന്റെ മേലെ വെക്കാൻ ചട്ടി, അത് ലക്ഷ്മി, അതില് വേറെ ഉപ്പ് വേറെ വേണം, മസാല വേറെ വേണം. ഇതൊക്കെ കൂടിയിട്ട് ആ ബിരിയാണി ഇങ്ങോട്ട് ആകുമ്പോഴേക്ക് എത്ര ആളുകൾ അതിന്റെ ബാക്കിൽ പണിയെടുത്തിട്ടുണ്ടാവും. ചിക്കനോ എവിടോ പാറി കിടക്കണ, അല്ലെങ്കിൽ കൂട്ടിൽ സക്കറാത്തിന്റെ ഹാലിൽ കഴിയുന്ന ഇപ്പത്തെ ബ്രോയിലർ മറ്റൊക്കെ കണ്ടാൽ തന്നെ തലക്കും ചൊല്ലി കൊടുക്കാൻ തോന്നും. അപ്പൊ ആയാതി കുറെ എവിടെയോ ഉള്ള സാധനങ്ങളല്ലോ, അതൊക്കെ വന്ന് വേറെ ആൾക്കാരെ കൈകളിലൂടെ അറവായി എന്തെല്ലാം. ഒരു ഇറച്ചി കഷ്ണം നിന്നുമ്പോ ഒരു ധാന്യം ചോറ് എന്നുള്ള ഓമന പേരിട്ടിട്ട് ചവക്കണ സമയത്ത് അതിന്റെ പിറകിൽ എത്ര ആളുകളുടെ പ്രവർത്തനാണ്. വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. ചോറ് കഴിക്കുമ്പോ തന്നെ പടച്ചോനെ നിയമത്തിൽ നിച്ചാൽ അത് നമുക്ക് കണക്കാക്കി തീർക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹ് ഇങ്ങനെ പരത്തി പറയാണ്. കാരണം അർ റഹ്മാൻ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ വിശദീകരണമാണ് പിന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ തിന്ന് കുടിച്ച് നടക്കുമ്പോ നമ്മൾ എഴുതുന്ന ആൻസർ ശരിയാണോ നോക്കണ നല്ലതാണ്. ഞാൻ ഒന്നും കൂടി പറയാം, എലക്ഷൻ കഴിഞ്ഞിട്ടില്ല, പ്രചരണമായിരുന്നു കഴിഞ്ഞ 30 ദിവസം. ലൈലത്തുൽ ഖദ്ർ കൊട്ടിക്കലാശം കഴിഞ്ഞു, നേതൃത്വം ജിബ്രീൽ ഇസ്ലാമി. ശവ്വാൽ 1-നാണ് നമ്മളെ വോട്ട് തുടങ്ങിയത്. മരണം വരെ വോട്ട് തന്നെ. പോളിംഗ് ബൂത്ത് ഇവിടെ റെഡിയാണ്. കാരണം ഞാൻ നിങ്ങളെല്ലാവരെയും സ്ഥാനാർത്ഥി എന്നൽക്ക് ക്ഷണിക്കുന്നു. സുജൂദിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണേ. അല്ലാ എന്ത് വിരാന്തെന്ന് എനിക്കുന്നോ? ഇതന്നല്ല വിരാന്ത്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനേ. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. സംഗതി ദാസേട്ടനൊക്കെ പാടിയതാ, പക്ഷെ പള്ളി പാടണ്ട. അത് ശരി, ഒരാളെ പാടുള്ളൂ. ഒറ്റ പാട്ട് 100 ആള് പാടിക്കൂടെ? ഞാനിത് ദാസേട്ടൻ പാടി കേട്ടതാ. നിങ്ങൾ മെഹബൂബ് പാടി കേട്ടിട്ടുണ്ടാവും. കുഴപ്പമില്ല, മുപ്പത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്കൊരു ഇഷ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ 2 ആള് പറഞ്ഞു ശരിയായി. ഇങ്ങനെ തന്നെയാണ് ഹദീസൊക്കെ. ഹദീസ് എന്ന് പറഞ്ഞാൽ പാട്ടെന്നല്ല. അങ്ങനെ റിപ്പോർട്ടുണ്ടാവും, അങ്ങനെ റിപ്പോർട്ടുണ്ടാവും. 2 ശരിയാണ്. കാരണം നമ്മളെ മാമുട്ടിയൊക്കെ എന്ത് ചെയ്ത് മെഹബൂബ് എന്നുള്ളൊരു പാട്ടുകാരൻ പാടിയ കേട്ട്, ഞാൻ യേശുദാസ് പാടിയ കേട്ട്. 2 ആളും പാടിക്കണ്. ഇത് ഉണ്ടാക്കിയത് അവർ 2 ആളും അല്ല. അതാണ്. പക്ഷെ നല്ല അർത്ഥമുള്ള കേട്ടോ. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്കേ. പവിഴപ്പുറ്റുകളെന്നു നനച്ചത് പാമ്പിൻ പോത്തുകളാണ്. പനനീർ തുള്ളികളെന്ന് നനച്ചത് കണ്ണീർ ചാലുകളാണ്. കണ്ണീർ ചാലുകളാണ്. ഈ ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. പവിഴപ്പുറ്റാന്ന് കരുതി പോയി നോക്കുമ്പോ പാമ്പിന്റെ പൊത്താണ്. എന്താ വരികളില്ലേ. എന്നിട്ട് അതിന്റെ തുടക്കം തന്നെ അങ്ങനെ. പട്ടാപ്പകലും പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ. മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പാട്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക് നല്ല രസമാണ്. കാരണം അല്ലാത്തൊരു ഈ ചങ്ങായിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ വണ്ടിയിലും വെക്കലുണ്ട് ഇങ്ങനത്തെ പാട്ടുകൾ. പട്ടാ പകല്
പൊന്നാനിയിലൊരു അബൂബക്കർ മാഷ് ഉണ്ടായിരുന്നു. മൂപ്പരാണ് എഴുതിക്കണെന്ന് എനിക്ക് എൻ്റെ അറിവ്. ഇച്ചമസ്ഥാനാന്നും പറയുന്നത്. പട്ടാപ്പകല് ചൂട്ടിങ്ങനെ മിന്നിച്ചിട്ട് ഈ മാഷ് അങ്ങാടിയിലും കല്യാണപ്പേരയിലൊക്കെ പോയിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, ഒരു മനുഷ്യനെ കാണിച്ചു തരും. ആരോടാ ചോദിക്കണേ? മനുഷ്യന്മാരോടാ ചോദിക്കണ, ഒരു മനുഷ്യനെ കാണിച്ചു തരുമോ? അങ്ങനെ മനുഷ്യന് ചില ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത് ഈ ഇവർക്കൊന്നുമില്ല. മാഷ ലോകത്ത് ഇതൊന്നും ശരിക്കും മനുഷ്യന്മാരല്ല. അപ്പൊ ശരിക്കും ഒരു ഒറിജിനൽ മനുഷ്യനെ കാണിച്ചു തരുമെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറയാ, പട്ടാപ്പകലിനെ ചൂട്ട് പിന്നിക്കണ് ആൾക്കാരൊന്നും ഞെട്ടിക്കാന്, അല്ലെങ്കിൽ പകലിപ്പോ ചൂട്ടിന്റെ ആവശ്യമില്ലല്ലോ, ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യനെ കാണിച്ചു, ഒരു മനുഷ്യനെ കാണിച്ചു. എന്നിട്ട് പറയാം, വൈകുന്നേരം വരെ ഞാൻ മനുഷ്യന്മാരെ തെരഞ്ഞെടുന്ന് ആരും കണ്ടില്ല. അപ്പോഴാണ് ചില ആൾക്കാർ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പൊ അടുത്ത വരികളാണ്ട് എഴുതി. അവിടെയാണ് ഞാൻ പലരും നമ്മളെ പിരാന്തനാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് നിർത്തൂല. ഏതായാലും ആവട്ടെ, ഇന്നിപ്പോ അങ്ങനെയൊക്കെ പാടിയെടുക്കേണ്ട ലോകം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ കുറച്ച് ചിന്തിച്ച് അല്ലാവില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. മാമട്ടിയക്ക, നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റുമല്ല, രണ്ടും ശരിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് അടിച്ചു നോക്കിയാൽ മതി. ഇത് മാർക്കോസും കാസറിനൊക്കെ ഞാൻ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാൻ വല്ല പ്രോത്സാഹിപ്പിക്കണില്ല. പക്ഷെ ഇത് നല്ല അർത്ഥമുള്ള, ഇത് എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്നെ കുറിച്ചും പറയുന്നുണ്ട്. പല ഹംക്കളും കിതാബ് ഏറ്റെടുക്കണ്ടേ, അതിന്റെ അപ്പുറത്ത് വരെയാണ്. അതിന്റെ അപ്പുറത്ത് ഞാൻ പാടില്ല എന്നെ കുറിച്ചാണ്. ഈ ലോകത്ത് പല ഹംക്കളുണ്ട് കിതാബ് ഏറ്റെടുക്കുന്ന ആൾക്കാർ. പക്ഷെ കിതാബിലുള്ളത് പോലെ ജീവിതം തമ്മിലൊരു ബന്ധമില്ല എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എല്ലാരെ കുറിച്ചുള്ള പാട്ടാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും അള്ളാഹിന്റെ നിയമത്തെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ അവനെ ശുക്ർ ചെയ്ത് മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി. നമ്മളെ ബഹുമാനപ്പെട്ട അലി ഉസ്താദ്, അദ്ദേഹത്തിന്റെ വകയാണെന്ന് ചായം കടിയില്ല. വെള്ളിയാഴ്ച ഇവിടുന്ന് തൽക്കാലം നമ്മളോട് ഹജ്ജിന് വേണ്ടി യാത്ര പറയുകയാണ്. നമ്മുടെ മഹല്ലിൽ ഔദ്യോഗികമായിട്ടുള്ള യാത്ര ഇപ്പൊ ഞായറാഴ്ച അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഫാമിലി ഒക്കെ കൂടിയിട്ട് ഹജ്ജിന് പോവാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കുടുംബസമേതം പോവാൻ ഇത്ര ഹരമുള്ളൊരു യാത്ര, ആധ്യാത്മിക അനുഭൂതി ദായകമായൊരു യാത്ര വേറെ ഇല്ല. അനിക്കൊല്ലം അള്ളാഹു തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നമുക്ക് ഞായറാഴ്ച ഔദ്യോഗിക യാത്ര കൊടുക്കുക. ഇന്ന് അദ്ദേഹം നമുക്ക് ചായയും കടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ആരും ശ്വാസം വെച്ചിട്ട് പള്ളൊന്ന് ലെവലാക്കാൻ നിൽക്കണ്ട. ഇറച്ചി പൊറാട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചായയും കടി എന്നാണ് പറഞ്ഞത്. അവിടെയാ ഇങ്ങനെ വന്ന് വയറ് റെഡിയാക്കി പോകാൻ നിൽക്കണ്ട. ഏതായാലും അലിസ്താദ് എന്തൊരിക്കലും ഞാൻ അരിമണിയാണെങ്കിലും ഞമ്മക്കത് മൊഞ്ചുള്ള സാധന. അള്ളാഹു എന്താ ഒരുക്കിക്കണേ, ചായയും കടിയല്ലേ? അപ്പൊ ഇൻഷാല്ലാ അള്ളാഹു താല അവരിന്ന് കബൂലാക്കി തരട്ടെ. അവരെ ഉദ്ദേശം അള്ളാഹു താല പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും ഫാമിലിന്റെയും കൂടെ ഉള്ളവരുടെയും പിന്നെ ലക്ഷങ്ങൾ ഒഴുകിയല്ലേ പുഴ പോലെ കഅബയിലേക്കും മദീനയിലേക്കും അള്ളാഹുരുടെയൊക്കെ യാത്ര അള്ളാഹു ഹൈറും ബർക്കത്തും ആകട്ടെ. നമുക്ക് പലവട്ടം പോവാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രിയങ്കരനായ ഒരു സ്നേഹനിധിയായ ഒരു സുഹൃത്തിന്റെ മോൾക്ക് വയറ്റിൽ മുഴ ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാത്തൊരു പ്രയാസം എനിക്കും. അള്ളാഹു ഒന്നും അല്ലാത്ത രൂപത്തിൽ അതാക്കി കൊടുക്കട്ടെ. ഈ ഊത് അങ്ങനെയല്ല, ഊതില് തീരെ സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ അതിലൊരു ഫംഗസ് വരാണ്ട്. ഈ ഫംഗസ് വരുന്ന സമയത്ത് അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഈ മരം പുറത്തേക്ക് തള്ളുന്ന ഒരു സ്രാവുണ്ട്. ആ കറയണ ഊത് എന്ന് പറഞ്ഞ് കറൊന്നുമല്ല. അതിന് മുമ്പ് ആ മരത്തിനൊന്നും ഉണ്ടാവില്ല. എന്നുപോലെ നമുക്ക് വരുന്ന മുഴകളൊക്കെ നിർവീര്യമാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അള്ളാഹു തആല തരട്ടെ. അതുകൊണ്ട് കടലിൽ തിരാന്ന് പറയുമ്പോഴത്തേന് ബേജാറാണ്ടെന്നൊരു കവി പറഞ്ഞ പോലെ വയറ്റിനുള്ളിൽ മുഴ എന്ന് പറയുമ്പോഴത്തേന് ബേജാറാന്ന് നിൽക്കണ്ട. അതിൻ്റെ ഉള്ളിൽ അത് നിർവീര്യമാക്കാനുള്ള എല്ലാം അള്ളാഹു തആല ഏർപ്പാട് ചെയ്ത് കൊടുക്കട്ടെ. എന്ത് ബേജാറുള്ളതാണെങ്കിലും അള്ളാഹു തആല ഒന്നും അല്ലാതാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മളെ ക്ലാസ്സിൽ പതിവായി എന്നും വളരെ കൃത്യനിഷ്ഠയോടെ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നൗഷാദ്. ഇപ്പൊ 3-4 ദിവസമായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ നമ്മളെ സുനീർ ഖാനോട് ചോദിച്ചു എന്താണ് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഊരക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു തആല സലാമത്തായി കൊടുക്കട്ടെ, ശിഫ ആയി കൊടുക്കട്ടെ. പങ്കെടുത്ത കൂലിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
ഇൻഷാ അല്ലാഹ് യാത്രയപ്പിന്റെ ഔദ്യോഗികമായിട്ട് അവിടുന്നുണ്ട്. എന്നാലും നമ്മളിന്ന് ചായയും കടിയൊക്കെ തിന്ന് കുടിച്ചു പോകുമ്പോ അതിന്റെ ഒരു യാത്രയപ്പുണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് ഷരീഫ് അഷ്റഫി ചെറുതായിട്ട് എന്തോ ആർക്കും ഇൻഷാ ഞാൻ അവിടുന്ന് വരുന്നോട്ടെ. ഞായറാഴ്ച ക്ലാസ്സും പ്രസംഗവും അവർക്കുള്ള യാത്രയപ്പാണ്. എല്ലാവരും വരേണ്ടി ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ്? മാരിവിന്റെ ശേഷം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كلهم أجمعين. اللهم وإلى أرواح من دفنوا حوالينا يا رب العالمين. اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من سافر منا يا رب العالمين. وقل حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم يا رب العالمين. اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم وفقنا وفق من سافروا منا وفق من أوصانا بالدعاء للحج المبرور والعمرة المقبولة وزيارة حبيبك المصطفى محمد صلى الله عليه وسلم مع الصحة والعافية والأدب مرارا قبل أن تميتنا يا رب العالمين. اللهم أطعمنا وأطعم من أطعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات